CCTV ക്യാമറകളുടെ പൂർണ്ണ സമയ ദൃശ്യങ്ങൾ കൗൺസിലർമാരുടെ മൊബൈൽ ഫോണിൽ കാണാനുള്ള സംവിധാനവുമായി മലപ്പുറം കൊണ്ടോട്ടി നഗരസഭ ശുചിത്വത്തോടൊപ്പം സാമൂഹിക സുരക്ഷയും ക്രമസമാധാന പരിപാലനത്തിനും പ്രാധാന്യം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. മയക്കുമരുന്ന് വ്യാപനം തടയാൻ കഴിയുമെന്നാണ് ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്നാണ് നഗരസഭയുടെ അവകാശവാദം. കൊണ്ടോട്ടി നഗരസഭാ പരിധിയിലെ പ്രധാന സ്ഥലങ്ങളിൽ 10 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ചേലോടെ കൊണ്ടോട്ടി സമ്പൂർണ്ണ മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നഗര ശുചീകരണത്തിന് പ്രാമുഖ്യം നൽകുന്ന രീതിയിൽ CC ക്യാമറകൾ സ്ഥാപിച്ചത്. കൊളത്തൂർ, നയബസാർ, ഹജ്ജ് ഹൗസ്, ദയാനഗർ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ 10 കേന്ദ്രങ്ങളിലായാണ് ആദ്യഘട്ടമായി CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. അനാവശ്യമായി പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഇതുവഴി കണ്ടെത്താൻ കഴിയും. മാലിന്യം വലിച്ചെറിയുന്നതും മറ്റ് സാമൂഹിക തിന്മകളിൽ ഏർപ്പെടുന്നതിനും കനത്ത പിഴ ഉൾപ്പെടെ ശിക്ഷ നടപടികൾ സ്വീകരിക്കും. വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളുടെ പൂർണ്ണ സമയത്തെ ദൃശ്യങ്ങൾ കൗൺസിലർമാരുടെ മൊബൈൽ ഫോണിൽ ലഭിക്കും. 10 ക്യാമറയുടെയും പൂർണ്ണ ദൃശ്യങ്ങൾ നഗരസഭ ചെയർപേഴ്സന്റെയും ഗ്രീൻ സിറ്റി മാനേജറുടെയും മൊബൈൽ ഫോണിലും ലഭിക്കും. ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം മാലിന്യം വലിച്ചെറിഞ്ഞ ആളുകളെ പിടികൂടി പിഴ ഈടാക്കാൻ തുടങ്ങി. പണമടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ അതെടുത്തുകൊണ്ട് പോകുന്ന ആളിന്റെ ദൃശ്യങ്ങളും ലഭിച്ചു. ഇപ്പോഴും നമുക്കറിയാം, മാലിന്യം വലിച്ചെറിയരുത് എന്നുള്ള സന്ദേശങ്ങൾ കൊടുത്താലും അതിനെ ഒരു ഫൈൻ എന്നുള്ള സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നും കൂടെ നമ്മളെ നാടിനെ മൊഞ്ചാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഉൾക്കണ്ണ് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ചതാണ് CCTV സ്ഥാപിക്കുക എന്നുള്ളത്. ഇപ്പം ഒരു 10 CCTV നമ്മൾ സ്ഥാപിച്ചു. മിക്ക സ്ഥലങ്ങളും 10 സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാലിന്യം വലിച്ചെറിയും നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട സ്ഥലങ്ങളിലാണ് സ്ഥാപിച്ചത്. കൊളത്തൂർ ജംഗ്ഷനിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട്, കൊളത്തൂർ എയർപോർട്ട് റോഡിൽ. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ ഇപ്പം നമുക്കറിയാം, ഈ സ്പോട്ട് തന്നെ കോട്ടാപ്പള്ളിയുടെ സമീപത്ത് വലിയ തോടിൻ്റെ ഭാഗം സഞ്ചരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. പലപ്പോഴും ഈ വെള്ളം കണ്ടാൽ നമുക്ക് സങ്കടം വന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതാത് ക്യാമറകൾ അതാത് വാർഡിലെ കൗൺസിലറുടെ മൊബൈൽ ഫോണിൽ കണക്റ്റഡാണ്. ഇങ്ങനെ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഏറ്റവും 25,000 രൂപ വരെ കനത്ത ശിക്ഷ നൽകുന്ന, പിഴ നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന, ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് കൃത്യമായ പാരിതോഷികവും നഗരസഭ നൽകുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ CC ക്യാമറകൾ സ്ഥാപിക്കും. നഗരസഭാ പരിധിയിലെ മയക്കുമരുന്ന് ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. ജനം, മലപ്പുറം.